അതിന് വേണ്ടിയിട്ട് എൻ്റെ ഫോണിൽ പ്ലേ സ്റ്റോറിൽ GC Mob ടൈപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആൻഡ്രോയിഡിൽ GC Mob ഐഫോണിൽ IC Mob ആണ് ആപ്ലിക്കേഷൻ വരുന്നത്. അപ്പോൾ ഐഫോണിലേക്ക് വരുമ്പോൾ ആപ്പ് സ്റ്റോറിൽ നമ്മൾ IC Mob ആണ് സെർച്ച് ചെയ്യേണ്ടത്. ശേഷം ഇൻസ്റ്റാൾ ചെയ്യാം. ശേഷം ഓപ്പൺ ചെയ്യാം. സ്കിപ്പ് ചെയ്ത് കളയാം. റീജിയൻ നമ്മൾ ഇന്ത്യയാണ് കൊടുക്കേണ്ടത്. ഡൺ കൊടുക്കാം. അലോ കൊടുക്കാം. പെർമിഷൻ്റെ നെക്സ്റ്റ് കൊടുക്കാം. നമുക്ക് ആഡ് ഡിവൈസ് കാണാം. ഓക്കെ കൊടുക്കാം. അലോ കൊടുക്കാം. നമുക്കൊന്നുമില്ലെങ്കിൽ DVRൻ്റെ ഒരു സ്കാനർ നമുക്കുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ആ SN നമ്പർ ഉണ്ടായിരിക്കും. അപ്പോൾ സ്കാനർ ആണെങ്കിൽ നമ്മൾ ഫോണിലേക്ക് അയച്ചിട്ടുണ്ട്, ഓട്ടോമാറ്റിക് ഗാലറിയിൽ ഉണ്ടായിരിക്കും. ഗാലറി പോവാം. ശേഷം നമുക്ക് ആ സ്കാനർ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ID വന്നിട്ടുണ്ട്. നമുക്ക് അല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്നത് മാനുവലി എൻ്റർ SN. നമുക്ക് ആ SN നമ്പർ അറിയാം, ആ ഡിവൈസിൻ്റെ SN നമ്പർ ഉണ്ടായിരിക്കും. ആ SN നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് നെക്സ്റ്റ് കൊടുത്താൽ മതി. സെയിം മെത്തേഡാണ്. ഞാൻ ഗാലറിയിലുള്ള സ്കാനർ കൊടുത്തു, നെക്സ്റ്റ് കൊടുത്തു. വൈഡ് ക്യാമറ കാണാം നമുക്ക്. ഇനിയിപ്പോൾ ഒരു ഡിവൈസ് നെയിം എന്ന് ഇവിടെ കാണാം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു നെയിം നിങ്ങളുടെ ഫോണിൽ കൊടുക്കുന്ന എന്തെങ്കിലും ഒരു നെയിം കൊടുത്താൽ മതി. ഇപ്പോൾ ഹോം ആണെങ്കിൽ ഹോം കൊടുക്കാം, അങ്ങനെ നമുക്ക് കൊടുക്കാം. അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ നെയിം ആണെങ്കിൽ സ്ഥാപനത്തിൻ്റെ നെയിം കൊടുക്കാം. നമുക്ക് DVRന് ഒരു പാസ്വേഡ് വന്നിരിക്കും, അതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് കാണാം നമ്മുടെ ഫോണിലേക്ക് ആക്സസ് കിട്ടിയിട്ടുണ്ട്. ശേഷം നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡിവൈസ് ഡീറ്റെയിൽസ് പോവാം. സ്ട്രീം സെറ്റിങ്സ് കാണാം. സബ് ഉള്ളത് മെയിൻ ആക്കി കൊടുക്കാം. ഓക്കെ കൊടുക്കാം. സേവ് കൊടുക്കാം. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഫുൾ ടൈം HDയിൽ കാണാൻ വേണ്ടിയിട്ടാണ്. മറ്റേത് SD-യിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ക്ലാരിറ്റി ഉണ്ടായിരിക്കില്ല. ഇത് ക്ലാരിറ്റിയിൽ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെയാണ് നമ്മളൊരു ഫോണിൽ ആക്സസ് ചെയ്യുന്നത്. CP+ എന്ന ബ്രാൻഡ്. നമ്മൾ ഇതിൽ പ്ലേ ബാക്ക് ചെക്ക് ചെയ്യാം. അതുപോലെ കഴിഞ്ഞു പോയ കാര്യം എങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ളത് നോക്കാം. ജസ്റ്റ് ഒന്ന് പ്ലേ ബാക്ക് പോവാം. ഇവിടെ ഇപ്പോൾ നമുക്ക് ക്യാമറ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഏത് ക്യാമറ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ശേഷം ഇവിടെ നമുക്ക് ഡോട്ട് കാണാം. ഇപ്പോൾ 19 എന്ന ഡേറ്റ് മുതലാണ് ഇവിടെ റെക്കോർഡിങ്സ് കാണാൻ കഴിയുന്നത്. 19 വേണമെങ്കിൽ നമ്മൾ അത് സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ടൈമിലുള്ള റെക്കോർഡിങ്സ് ഇവിടെ ഓൺ ആയിട്ട് വരും. ഇവിടെ ശരിക്കും 24 hour ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. ഇതിപ്പോൾ ഈ സമയത്ത് മാത്രമാണ് ഇവിടെ ഓൺ ആക്കിയിട്ടുള്ള ക്യാമറ, അതുകൊണ്ടാണ് ഇങ്ങനെ കാണാൻ കഴിയുന്നത്. ഇനി വേണമെങ്കിൽ ഇത് എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഫോണിൽ തന്നെ റെക്കോർഡ് ചെയ്തെടുക്കാം. അതായത് സ്റ്റാർട്ട് റെക്കോർഡിങ് ഇവിടെ കാണാം. നമുക്ക് അത് പീസ് നമ്മുടെ GC Mob